എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഏരിയ ഓഫ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കിലെ 4 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ് കേട്ടോ. ഇൻ ദ ഫിഗർ ആൻ ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 4 സെന്റിമീറ്റർ കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി ബ്ലൂ റീജിയൻ. അതായത് ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഓരോ കോർണറും സെന്റർ ആക്കി ഇതിന്റെ ഹാഫ് റേഡിയസിൽ ഓരോ സെക്ടേഴ്സ് വരച്ചിട്ടുണ്ട്. യെല്ലോ പാർട്ട് എന്ന് പറഞ്ഞാൽ 3 സെക്ടേഴ്സ് ആണ്. ഈ തന്നിരിക്കുന്ന ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. അതിന്റെ ഓരോ സൈഡും 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 4ന്റെ ഹാഫ് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സെക്ടേഴ്സ് ആണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇടയ്ക്ക് കുറച്ച് സ്ഥലം വിട്ടിട്ടുണ്ട്. അതായത് ബ്ലൂ റീജിയൻ. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ബ്ലൂ റീജിയൻ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാം. എങ്ങനെയാണ്? ബ്ലൂ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ 3 സെക്ടേഴ്സിന്റെ ഏരിയ കുറയ്ക്കുന്നതാണ്. അതായത് ഈ ഒരു സെക്ടറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 സെക്ടറിന്റെ ഏരിയ കിട്ടും. റേഡിയസ് അറിയാം, 2 സെന്റിമീറ്റർ ആണ്. എക്സ് എത്രയായിരിക്കും ഒരു സെക്ടറിന്റെ ഏരിയ ആകുമ്പോൾ? എക്സ് എന്ന് പറയുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 1 ആംഗിൾ ആണ്. അതായത് 180/3. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 1 ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ എക്സ് 60 ഡിഗ്രി ആർ 2 സെന്റിമീറ്റർ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി. അപ്പോൾ ഏരിയ ഓഫ് 1 സെക്ടർ എന്താ നോക്കാം. ഏരിയ ഓഫ് 1 സെക്ടർ എന്ന് പറയുന്നത് x/360 ഇൻറ്റു πr². അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ 60/360 ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4π ബൈ ഇത് 60/360 1/6 വരും. 6 6 36 0 0 വെട്ടിപ്പോവും. 1/6 ഇൻറ്റു 4π, അതായത് 4π/6. അതൊന്നുകൂടെ വെട്ടി കുറയ്ക്കാം. 4ഉം 6ഉം 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2π/3 ആണ് ഒരു സെക്ടറിന്റെ ഏരിയ. അങ്ങനെ എത്ര സെക്ടർ ഉണ്ട്? 3 സെക്ടർ ഉണ്ട്. അപ്പോൾ 3 സെക്ടറിന്റെ ഏരിയ എന്ത് വരും നോക്കാം. ഏരിയ ഓഫ് 3 സെക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു സെക്ടറിന്റെ ഏരിയ ആയ 2π/3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരെണ്ണത്തിന്റെ ഏരിയ ആണ് 2π/3. അങ്ങനെ 3 സെക്ടേഴ്സ് ഉണ്ട്. സോ ഏരിയ ഓഫ് 3 സെക്ടേഴ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 2π/3, ദാറ്റ് ഈസ് 2π സെന്റിമീറ്റർ സ്ക്വയർ ഈസ് ദി ഏരിയ ഓഫ് ദീസ് 3 സെക്ടേഴ്സ്. ഓർ യെല്ലോ റീജിയന്റെ ഏരിയ എന്ന് പറയുന്നത് 2π സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി ട്രയാങ്കിളിന്റെ ഏരിയ. ട്രയാങ്കിളിന്റെ ഏരിയ ആണല്ലോ ഫോർമുല എന്താണ്? √3a²/4. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. 3 സൈഡും ഈക്വൽ ആണെങ്കിൽ ഏരിയ കാണാനുള്ള ഫോർമുല √3a²/4. എ എന്ന് പറഞ്ഞാൽ 1 സൈഡാണ്, അത് 4 ആണ്. അപ്പോൾ √3 ഇൻറ്റു 4² 4² എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 4 ആണ്. അപ്പോൾ ഒരു 4 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4√3 എന്ന് കിട്ടും. അപ്പോൾ 4√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്നു പറയുന്നത് ഏരിയ ഓഫ് ദീസ് ട്രയാങ്കിൾ. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ 3 സെക്ടേഴ്സ് കുറയ്ക്കുന്നതാണ് ഏരിയ ഓഫ് ദി ബ്ലൂ റീജിയൻ. ഇപ്പോൾ ഏരിയ ഓഫ് ബ്ലൂ റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് 3 സെക്ടേഴ്സ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ 4√3 ആണ്. 3 സെക്ടേഴ്സിന്റെ ഏരിയ ആണ് നമ്മൾ എന്തുകൊണ്ട് 2π. അപ്പോൾ 2π കുറയ്ക്കണം. 4√3 മൈനസ് 2π. ഇത് സിംപ്ലിഫൈ ചെയ്യാം. √3യുടെ വാല്യൂ 1.73, പൈയുടെ വാല്യൂ 3.14. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 ഇൻറ്റു 1.73 മൈനസ് 2 ഇൻറ്റു 3.14. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6.92 മൈനസ് 6.28, അതായത് 0.64 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ബ്ലൂ റീജിയന്റെ മാത്രം ഏരിയ. അത്രയും ക്ലിയർ ആയോ? ആ ബ്ലൂ റീജിയന്റെ ഏരിയ 0.64 സെന്റിമീറ്റർ സ്ക്വയർ. ക്ലിയർ ആയില്ലേ പറഞ്ഞത്? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. മറ്റൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദി ഫിഗർ ചൂസിങ് ഓപ്പോസിറ്റ് വെർട്ടീസ് ഓഫ് എ സ്ക്വയർ. ഇതൊരു സ്ക്വയർ ആണ്. ഇതിന്റെ 1 സൈഡ് 4 സെന്റിമീറ്റർ ആണ്. ഓരോ ഓപ്പോസിറ്റ് വെർട്ടെക്സ് എടുത്തിട്ട് ഇത് റേഡിയസ് ആയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ അതേപോലെ, അതായത് ഓപ്പോസിറ്റ് കോർണേഴ്സ് സെന്റർ ആക്കി 2 ആർക്കാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ 2 സെക്ടേഴ്സ് വരുന്നുണ്ട്. അതായത് 4 സെന്റിമീറ്റർ റേഡിയസിലുള്ള ഒരു സെക്ടർ ഇവിടെ, 4 സെന്റിമീറ്റർ റേഡിയസിലുള്ള മറ്റൊരു സെക്ടർ ഇവിടെ. നമ്മളോട് പറഞ്ഞിരിക്കുക വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് വൈറ്റ് റീജിയൻ. ഈ വൈറ്റ് റീജിയന്റെ ഏരിയ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം 4 ഇൻറ്റു 4 16. അപ്പോൾ ഈ വൈറ്റ് റീജിയന്റെ ഏരിയ കാണാൻ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയത് ഈ സെക്ടറിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം.
ഈ സെക്ടറിന്റെ ഏരിയയും അത് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് സെക്ടറിന്റെ ഏരിയയും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ വരാന്ന് നോക്കിയേ. ഈ സെക്ടറിന്റെ ഏരിയയിൽ ഇത്രയും പാർട്ട് വന്നിട്ടുണ്ട്, ഈ സെക്ടറിന്റെ ഏരിയയിലും ആ പാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ വരുന്നത് ഈ സ്ക്വയറിന്റെ ഏരിയയുടെ കൂടെ ഈ കോമൺ പാർട്ട് ഒരു പ്രാവശ്യം കൂടുന്നത്. അതായത് ഇതിന്റെ ഏരിയ എക്സ് എന്ന് എടുത്താൽ ഈ ഏരിയയും കൂടി കൂട്ടിയാൽ ഈ വലിയ സെക്ടറിന്റെ ഏരിയയായി, ഈ ഏരിയയും കൂടി കൂട്ടിയാലും ഈ സെക്ടറിന്റെ ഏരിയയായി. അപ്പൊ ഈ പാർട്ട് അതായത് രണ്ട് പ്രാവശ്യം വന്നു. അപ്പോ ഈ കോമൺ പാർട്ടിന്റെ ഏരിയ കാണാൻ എളുപ്പവഴി എന്ന് പറയുന്നത് ഈ രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ അങ്ങോട്ട് കൂട്ടിയിട്ട് അതിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ, കാരണം രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയ കൂട്ടുമ്പോൾ സ്ക്വയറിന്റെ ഏരിയയുടെ കൂടെ ഈ കോമൺ പാർട്ട് കൂട്ടിയ രീതിയിലാണ്. കാരണം ആ കോമൺ പാർട്ട് രണ്ട് പ്രാവശ്യം വരുന്നുണ്ട്, രണ്ട് സെക്ടറിലും വരുന്നുണ്ട്. ഈ സെക്ടറിലും ഈ കോമൺ പാർട്ട് വരുന്നുണ്ട്, ഈ സെക്ടറിൽ ഈ കോമൺ പാർട്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പാർട്ട് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്തു. അപ്പോൾ സ്ക്വയറിന്റെ ഏരിയ ഈ രണ്ട് ഏരിയയുടെ സമ്മിൽ നിന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഏരിയ ഓഫ് വൺ സെക്ടർ എന്ന് പറഞ്ഞാൽ 1/4 × πr². കാരണം 1/4 ഓഫ് എ സർക്കിൾ അല്ലേ ഇത്, 90 ഡിഗ്രി ആണ്. അപ്പോൾ 1/4 ഓഫ് എ ക്വാഡ്രന്റ് എന്ന് പറയും, 1 ക്വാഡ്രന്റ് ഓഫ് എ സർക്കിൾ ആണ്. അപ്പോൾ ഒരു സർക്കിളിന്റെ അല്ലെങ്കിൽ 90/360 നിർത്താനും മതി. 90/360 × πr². 90/360 എന്ന് പറഞ്ഞാൽ 1/4. അപ്പോൾ 1/4 × π × 4². അവിടെ 4π എന്ന് കിട്ടും. 4π ആണ് ഒരു സെക്ടറിന്റെ ഏരിയ. അപ്പൊ രണ്ട് സെക്ടറിന്റെ ഏരിയ ഏരിയ ഓഫ് 2 സെക്ടേഴ്സ് ഈ സെക്ടർ തന്നെയാണ് ഈ സെക്ടർ. അപ്പൊ രണ്ട് സെക്ടറിന്റെയും കൂടി ഏരിയ 8π. 8π എന്ന് പറഞ്ഞാൽ 3.14 ആണ് പൈയുടെ വില. അപ്പൊ 25.12 cm² ആണ്. അതായത് ഈ രണ്ട് സെക്ടറിന്റെ ഏരിയ. അപ്പൊ ഈ രണ്ട് സെക്ടറിന്റെ ഏരിയ എടുത്തപ്പോൾ ഈ കോമൺ പാർട്ട് രണ്ട് പ്രാവശ്യം ആഡ് ചെയ്യപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അത് ഒരു പ്രാവശ്യം സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സ്ക്വയറിന്റെ ഏരിയ കിട്ടും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഈ രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയയിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുന്നതാണ് ഏരിയ ഓഫ് ദി വൈറ്റ് റീജിയൻ. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ 4 × 4 16 cm². ഏരിയ ഓഫ് വൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് സെക്ടറിന്റെ ഏരിയകളിൽ നിന്ന് സ്ക്വയറിന്റെ ഏരിയ കുറയ്ക്കുക. രണ്ട് സെക്ടറിന്റെ ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് 25.12 മൈനസ് ഏരിയ ഓഫ് ദി സ്ക്വയർ 4 × 4 16 കുറയ്ക്കുക. അപ്പോൾ 16ഉം 9ഉം ആണ്. 25 16 കുറച്ചാൽ മതി. 9.12 cm² ആണ് ഏരിയ ഓഫ് ദിസ് കോമൺ പാർട്ട്. വേറെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ വാട്ട് ഈസ് ദി കോമൺ ഏരിയ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ രണ്ട് സർക്കിൾസ് ഇങ്ങനെ വരച്ചിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് സർക്കിൾസ് വരച്ചപ്പോൾ ഈ സർക്കിളിന്റെ സെന്റർ ആണിത്, ഈ സർക്കിളിന്റെ സെന്റർ ആണിത്. അപ്പോൾ ഇത് സെന്ററാക്കി ഈ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിളും ഇത് സെന്ററാക്കി ഈ സർക്കിളിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കിൾ എന്ന് പറഞ്ഞാൽ റേഡിയസ് 2 ആയിട്ടുള്ള സർക്കിളാണ് രണ്ടും. ആ രണ്ട് സർക്കിളിന് ഇടയ്ക്കുള്ള ഈ കോമൺ പാർട്ടിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് നോക്കിയേ. ഇവിടെ ഒരു എളുപ്പവഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ പാർട്ടിന്റെ ഏരിയ കാണാൻ ഈ പോയിന്റ് ഞാൻ എ എന്ന് എടുത്തു, ഇത് പി, ഇത് ക്യൂ, ഇത് ബി. അപ്പോൾ അതെ ഈ ട്രയാങ്കിളിന്റെ ഇത് ഈക്വലായിട്ടുള്ള ട്രയാങ്കിളാണ്. കാരണം ഇത് 2 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ, ഇത് 2 സെന്റിമീറ്റർ. അപ്പോൾ ഈ 2 സെന്റിമീറ്റർ ഉള്ള ഒരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ട്, അത് തന്നെയാണല്ലോ ഇവിടെ 2 സെന്റിമീറ്റർ ആയ മറ്റൊരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയും ഇവിടെ കണ്ടോ, ഈ കോമൺ ഒരു ആർക്കും ഈ റേഡിയസിനാണെങ്കിൽ സെഗ്മെന്റ് എന്നാ പറയുക. ഈ സെഗ്മെന്റിന്റെ ഏരിയയും ഈ സെഗ്മെന്റ് ഏരിയയും ഈ 4 സെഗ്മെന്റ് ഏരിയയും കൂടി ആഡ് ചെയ്താൽ രണ്ടും എല്ലാം സെയിമാ അല്ലേ. അപ്പൊ രണ്ട് ട്രയാങ്കിൾ പ്ലസ് 4 സെഗ്മെന്റ്. ഓക്കെ, അപ്പോ കോമൺ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് വൺ ട്രയാങ്കിൾ ആദ്യം കണ്ടുപിടിക്കുക. √3a²/4 ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ആണ്. 2 സെന്റിമീറ്റർ ആണ് റേഡിയസ്. അപ്പോൾ വൺ സൈഡ് 2 സെന്റിമീറ്റർ വരും. അപ്പോ ക്ലിയർ അല്ല, കാരണം ഇത് സെന്റർ ആക്കി ഇത് ഇങ്ങനെ സർക്കിൾ വരച്ചിരിക്കുക 2 സെന്റിമീറ്റർ. അപ്പൊ ഇതും 2 ഇതും 2. ഇത് സെന്റർ ആക്കി ഇങ്ങനെ സർക്കിൾ വരച്ചിരിക്കുക. അപ്പൊ ഇതും 2 ഇതും 2. അപ്പൊ 3 സൈഡ് ഈക്വൽ ആണ്. അപ്പൊ വൺ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3a²/4. എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പൊ 2²/4. അപ്പൊ √3 × 4/4 എന്ന് പറഞ്ഞാൽ 4 4 ക്യാൻസൽ ആയിപ്പോയി. 2² 4 ആണ്. 4 4 ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ √3 cm² ആണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ. ഓക്കെ, ഏരിയ ഓഫ് വൺ സെക്ടർ, അതായത് ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കൂടെ കുറയ്ക്കുന്നതാണ് ഈ സെഗ്മെന്റിന്റെ ഏരിയ, ഈ ഇത്രയും പാർട്ടിലെ ഏരിയ. അതായത് ഈ സെക്ടർ മൈനസ് ട്രയാങ്കിൾ. അപ്പൊ സെക്ടറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 60/360 × π × 2².
അപ്പോൾ 60/360 1/6 ആണ്. പൈ ഇൻറ്റു 2 സ്ക്വയർ 4 ആണ്. അപ്പോൾ 4π/6 എന്ന് കിട്ടും. അത് സിംപ്ലിഫൈ ചെയ്താൽ 2π/3 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2π/3 അതായത് 2 × 3.14/3 അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2.09 എന്ന് കിട്ടും. അപ്പൊ 2.09 എന്ന് പറയുന്നതാണ് ഈ ഒരു സെക്ടറിന്റെ ഏരിയ. അപ്പൊ ഈ ഒരു സെഗ്മെന്റിന്റെ ഏരിയ എന്തായിട്ട് വരും? ഒരു സെഗ്മെന്റ്, ഏരിയ ഓഫ് വൺ സെഗ്മെന്റ്. ഇതിനെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും, അതായത് ഈ കോഡിനും ഈ ആർക്കിനും ഇടയ്ക്കുള്ള ഈ പാർട്ടിനാണ് സെഗ്മെന്റ് എന്ന് പറയുക. അപ്പൊ ഈ സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സെക്ടറിന്റെ ഏരിയ ആയ 2.909 നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആയ √3 അതായത് 1.73 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഇപ്പൊ സെക്ടർ മൈനസ് ട്രയാങ്കിൾ നോക്കാം. 2.09 നിന്ന് √3 സബ്ട്രാക്ട് ചെയ്യുക. 2.09 മൈനസ് √3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ 1.73. അപ്പോൾ 0.36 ആണ് ഈ കോമൺ പാർട്ടിന്റെ മാത്രം ഏരിയ, അല്ലെങ്കിൽ സെഗ്മെന്റിന്റെ ഏരിയ. അങ്ങനെ 4 സെഗ്മെന്റ്, 4 സെഗ്മെന്റ് സെയിം ആണ്. അപ്പൊ 2 ട്രയാങ്കിൾ പ്ലസ് 4 സെഗ്മെന്റ്, അതാണ് ഏരിയ ഓഫ് ദി കോമൺ പാർട്ട്. അപ്പൊ കോമൺ ഏരിയ എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾ പ്ലസ് 4 സെഗ്മെന്റ്. 2 ഇൻറ്റു ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണ്? √3 ആണ്. അപ്പൊ 2 ഇൻറ്റു 1.73 പ്ലസ് 4 ഇൻറ്റു സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? സെഗ്മെന്റിന്റെ ഏരിയ എന്ന് പറയുന്നത് 0.36. അപ്പോ 2 ഇൻറ്റു 1.73 പ്ലസ് 4 ഇൻറ്റു 0.36 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.46, ഇത് 3.46 പ്ലസ് ഇത് 1.44 ആഡ് ചെയ്യുമ്പോൾ 4.90 അല്ലെങ്കിൽ 4.9 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ കോമൺ പാർട്ടിന്റെ ഏരിയ. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഈ കോമൺ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നോ, ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയയും 2 ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഏരിയയും 4 സെഗ്മെന്റിന്റെ ഏരിയയും. അപ്പൊ ഈ സെഗ്മെന്റിന്റെ ഏരിയ കാണാൻ ഈ സെക്ടറിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാങ്കിളിന്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്തു. അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു. ഈ ഗെറ്റ് ദി കോമൺ ഏരിയ. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, വേറൊരു ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യം കൂടി ബാലൻസ് ഉണ്ട്, നോക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് വരച്ചിരിക്കുന്നത്. അതില് ഹൈപ്പോട്ടന്യൂസ് ഡയമീറ്റർ ആയ ഒരു സെമി സർക്കിള്, ഓൾട്ടിറ്റ്യൂഡ് ഡയമീറ്റർ ആയ ഒരു സെമി സർക്കിള്, ബേസ് ഡയമീറ്റർ ആയ മറ്റൊരു സെമി സർക്കിള്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ഡയമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയ മറ്റ് 2 സൈഡ്സ് ഡയമീറ്റർ ആയ സെമി സർക്കിളിന്റെ ഏരിയക്ക് സമ്മിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് സർക്കിളിന്റെ ഏരിയ ആണ് അറിയാം. അപ്പോൾ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ ഏരിയയുടെ ഹാഫ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഒരു സർക്കിളിന്റെ ഏരിയ റേഡിയസ് R1, അടുത്ത സർക്കിളിന്റെ റേഡിയസ് R2, അടുത്ത സർക്കിളിന്റെ റേഡിയസ് R3 എന്ന് എടുക്കുക. ലെറ്റ് ദി റേഡിയസ് ഓഫ് ദി 2 സെമി സർക്കിൾസ് ബി R1, R2 ആൻഡ് R3. അപ്പൊ ഇവിടെ R1 റേഡിയസ് ആകുമ്പോൾ ഡയമീറ്റർ 2R1, റേഡിയസിന്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. അപ്പോൾ ഇതിന്റെ ഡയമീറ്റർ 2R1, ഇതിന്റെ ഡയമീറ്റർ 2R2, ഇതിന്റെ ഡയമീറ്റർ 2R3. കാരണം റേഡിയസിന്റെ ട്വൈസ് ആണ് ഡയമീറ്റർ. ഇനി നോക്കാം, നമുക്ക് ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 2R3, ബേസ് ഓൾട്ടിറ്റ്യൂഡ് 2R1 2R2. അപ്പോൾ പൈതോറസ് തിയറം ഉണ്ട്. എങ്ങനെയാ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. അതായത് 2R1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2R2 ദി ഹോൾ സ്ക്വയർ. ഇതിന്റെ രണ്ടിന്റെ സ്ക്വയറിന്റെ സം എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4R1 സ്ക്വയർ പ്ലസ് 4R2 സ്ക്വയർ പ്ലസ് 4R3 സ്ക്വയർ ഈക്വൽ ടു 4R3 സ്ക്വയർ. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആവും. നമുക്ക് ഒറ്റ റിസൾട്ട് കിട്ടും. R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഈക്വൽ ടു R3 സ്ക്വയർ. അതായത് ഇതിന്റെ റേഡിയസ് സ്ക്വയറും ഇതിന്റെ റേഡിയസ് സ്ക്വയറും കൂടി ആഡ് ചെയ്യുന്നത് ഇതിന്റെ റേഡിയസിന്റെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഈക്വൽ ടു R3 സ്ക്വയർ എന്നുള്ള റിലേഷൻ കിട്ടും. അത്രയും ക്ലിയർ ആയോ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ ഈക്വൽ ടു ഇതിന്റെ ഏരിയ ആണ്. അപ്പൊ ഇതിന്റെ ഏരിയ പ്ലസ് ഇതിന്റെ ഏരിയ എന്താ വരിക? R1 ആണ് റേഡിയസ്. അപ്പൊ πR1 സ്ക്വയർ എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പൊ അതിന്റെ ഹാഫ് πR1 സ്ക്വയർ ബൈ 2. അപ്പോ സം ഓഫ് ദി ഏരിയാസ് ഓഫ് സ്മോളർ സർക്കിൾ എന്ന് പറയുമ്പോൾ R1 റേഡിയസ് ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ πR1 സ്ക്വയർ ബൈ 2. R2 റേഡിയസ് ആയിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയ πR2 സ്ക്വയർ ബൈ 2. ബൈ 2 വന്നെന്തുകൊണ്ടാ? സർക്കിളിന്റെ ഹാഫ് ഉള്ളൂ, സെമി സർക്കിൾ ഉള്ളൂ. അപ്പോൾ സിംപ്ലിഫൈ ചെയ്യാം. πR1 സ്ക്വയർ പ്ലസ് πR2 സ്ക്വയർ ബൈ 2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. πR1 സ്ക്വയർ പ്ലസ് πR2 സ്ക്വയർ ബൈ 2. അത്
പൈ ഇൻറ്റു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ. പൈ കോമൺ ആയിട്ട് വെളിയിലെടുത്തു, ബൈ 2 എന്ന് വന്നു. ക്ലിയർ ആയോ? അപ്പൊ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ഇത് R3 സ്ക്വയർ ആണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ R3 സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ പൈ R3 സ്ക്വയർ ബൈ 2, പൈ R3 സ്ക്വയർ ബൈ 2 എന്ന് ഈ സെമി സർക്കിളിന്റെ ഏരിയ ഈക്വൽ ടു ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് സെമി സർക്കിൾ. അപ്പൊ ഇതിന്റെ ഏരിയ ഇതിന്റെ രണ്ടിന്റെ ഏരിയയുടെ സമ്മായിട്ട് വന്നു. ക്ലിയർ ആയോ പറഞ്ഞത്? അതായത് ഇതിന്റെ ഏരിയ പൈ R1 സ്ക്വയർ ബൈ 2, ഇതിന്റെ ഏരിയ പൈ R2 സ്ക്വയർ ബൈ 2, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് പൈ R1 സ്ക്വയർ ബൈ 2 പ്ലസ് പൈ R2 സ്ക്വയർ ബൈ 2. അപ്പൊ അതിന് പൈ R1 സ്ക്വയർ പ്ലസ് പൈ R2 സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. അതിൽ പൈ വെളിയിൽ എടുക്കുമ്പോൾ പൈ ഇൻറ്റു R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ ബൈ 2 എന്ന് വരും. ഇതിൽ R1 സ്ക്വയർ പ്ലസ് R2 സ്ക്വയർ എന്ന് പറയുന്നത് R3 സ്ക്വയർ ആണെന്ന് ആദ്യം എഴുതി വെച്ചിട്ടുണ്ട്. കാരണം പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ പൈ R3 സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത് ഈ ബ്ലൂ സെമി സർക്കിളിന്റെ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ദി ലാർജസ്റ്റ് സെമി സർക്കിൾ ഏ സം ഓഫ് ദി ഏരിയാസ് ഓഫ് ദി സ്മോളർ സെമി സർക്കിൾസ് എന്ന് കിട്ടി. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായോ? ഇത് സെമി സർക്കിളിന് പകരം വേറെ ഏത് റെഗുലർ പോളിഗൺ ആയാലും ഇത് സെയിം ആയിരിക്കും. ഈക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാം, സ്ക്വയർ വരയ്ക്കാം, എങ്ങനെയായാലും ബേസ് വൺ സൈഡ് ആയിട്ട് വരുന്ന റെഗുലർ പോളിഗണും ആൾട്ടിറ്റ്യൂഡ് വൺ സൈഡ് ആയിട്ട് വരുന്ന റെഗുലർ പോളിഗണിന്റെയും സം ഓഫ് ദി ഏരിയാസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസ് വൺ സൈഡ് ആയിട്ട് വരുന്ന റെഗുലർ പോളിഗണിന്റെ ഏരിയ ആയിരിക്കും. അപ്പോൾ ഏത് പോളിഗണും അത് ഈ ബാധകമാണ്, സെമി സർക്കിളിന് മാത്രമല്ല ഇത് ബാധകമായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.